കേരളത്തിൽ വന്നപ്പോഴും കുറെ മലയാളത്തിൽ കുത്തുബോധന കേട്ടിട്ടുണ്ട്, കുറെ അറബിയിൽ കേട്ടിട്ടുണ്ട്. നിസ്കാരം മുഴുവൻ അറബിയിൽ കേട്ടിട്ടുള്ളൂ. നിസ്കാരം ഒറ്റൊന്നും അറബിയിലല്ലാതെ മലയാളത്തിലൊരു നിസ്കാരം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അപ്പൊ കുറച്ചും കൂടെ ഈ കുത്തുബയും കൂടി മലയാളം ആയ സ്ഥിതിക്ക് നിസ്കാരം കൂടി അറബിയിലായ ഒരു സാഹചര്യം വന്നെങ്കിൽ എന്നെ പോലത്തെ വിഡ്ഢികളായ മനുഷ്യന്മാർക്ക് കുറച്ചുകൂടി അറിവ് കിട്ടുമായിരുന്നല്ലോ എന്നൊരു സംശയമുണ്ട്. എന്താണ് അതിന്റെ തെളിവ്? ശരി, അതിലുള്ള അടിസ്ഥാന വ്യത്യാസം, നമസ്കാരം നമ്മളും റബ്ബും തമ്മിലുള്ളതാണ്. ഖുത്ബ ജനങ്ങളോടാണ്. നമസ്കാരത്തിൽ പടിഞ്ഞാറോട്ട് തിരിയുന്നു, ഖുത്ബയിൽ ഖതീബ് കിഴക്കോട്ട് തിരിയുന്നു. ഖതീബ് ഒരിക്കലും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടല്ല ഖുത്ബ വഹിക്കുക, കിഴക്കോട്ട് തിരിഞ്ഞ് ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. നമസ്കാരം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് റഹ്മാനായ റബ്ബിനോടുള്ള സംഭാഷണമാണ് നമസ്കാരം. അതുകൊണ്ട് അതിൽ എന്തു പറയണം, എങ്ങനെ പറയണം, അത് റബ്ബ് വാചകമടക്കം പഠിപ്പിക്കുന്നു. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്നാണ്. അത് മാത്രമേ പറയാൻ പറ്റൂ. അർ-റഹ്മാനു അക്ബർ എന്ന് പോലും പറയാൻ പറ്റൂല. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് അർ-റഹ്മാനു അക്ബർ എന്ന് പോലും മാറ്റാൻ നമുക്ക് അവകാശമില്ല. അറബിയിൽ തന്നെ മാറ്റാൻ അധികാരമില്ല, പിന്നല്ലേ ഭാഷ മാറ്റല്. അറബിയിൽ തന്നെയും പദം മാറ്റാൻ നമുക്ക് അനുവാദമില്ല. എവിടെ ഏത് ദിക്ർ ചെല്ലണം, റുക്കൂയിൽ എന്തു വേണം, സുജൂദിൽ എന്തു വേണം, അത്തഹിയാത്തിൽ എന്തു വേണം, നൃത്തത്തിൽ എന്തു വേണം, ആദ്യം ഏത് ഓതണം, പിന്നെ ഏത് ഓതണം, എല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമസ്കാരം ഖുത്ബയും തുല്യപ്പെടുന്നത് ശരിയല്ല. ഖുത്ബ എന്നുള്ളത് ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കലാണ് ഖുത്ബ. ജനങ്ങളെ പഠിപ്പിക്കലാണ് ഖുത്ബ. അതുകൊണ്ടാണ് മിമ്പറിൽ കയറി ജനങ്ങളെ നേരെ തിരിഞ്ഞ് സലാം ചൊല്ലി അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്, ഞാനും നിങ്ങളുമൊക്കെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നിതാ വസിയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. എന്നിട്ട് ആ ജനങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അത് ഒരിക്കലും ഒരു വെള്ളിയാഴ്ച ഓതിയ ഖുത്ബ അങ്ങനെ തന്നെ കാണാപ്പാടം പഠിച്ച അടുത്താഴ്ച ഓതുകയല്ല. അള്ളാഹുവിന്റെ റസൂൽ ഓതിയ ഖുത്ബ അത് എഴുതിക്കൊണ്ടുവന്നിട്ട് അത് അങ്ങനെ തന്നെ വായിക്കുകയല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖുത്ബയും അങ്ങനെ തന്നെയാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഒന്നല്ല, സന്ദർഭോചിതമായി സാഹചര്യത്തിനനുസരിച്ച് ഓരോ വെള്ളിയാഴ്ച എന്താണോ ആവശ്യം അതാണ് അവർ പറയുന്നത്. സ്വഹാബിമാരുടെ ഖുത്ബയും അങ്ങനെ തന്നെയായിരുന്നു. സ്വഹാബിമാരുടെ ഖുത്ബയും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇടയ്ക്കൊരു കാര്യം, ഒരു വണ്ടി മാറ്റി കൊടുക്കണം. KL 55-10-76 സെന്ന്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖുത്ബയും സ്വഹാബിമാരുടെ ഖുത്ബയും അങ്ങനെ തന്നെയാണ്. ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ നിർവഹിക്കുന്നു. മിമ്പറിൽ വെച്ച് ഖുത്ബ നിർവഹിക്കുമ്പോൾ ഒരാൾ പള്ളിയിൽ കയറി വരുന്നു. അദ്ദേഹം തഹയ്യത്ത് നിസ്കരിക്കാതെ അവിടെ ഇരിക്കുന്നു. അപ്പൊ പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് സുന്നത്തുണ്ട്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, പേരെടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, അസ്വല്ലൈത്, താങ്കൾ നിസ്കരിച്ചുവോ? അദ്ദേഹം പറഞ്ഞു ഇല്ല. പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ ഖും ഫർക റക്അതൈൻ വതജവ്വസ് ഫീഹിമാ, താങ്കൾ എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കുക, പരമാവധി ചുരുക്കി നിസ്കരിക്കുക. ഇത് നബിയുടെ ഖുത്ബയിൽ ഉണ്ടായ സംഭവമാണ്. ഇമാം ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ പ്രവാചകന്റെ സ്വഹാബി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അന്ന് അദ്ദേഹമാണ് ഖതീബ്. അദ്ദേഹം ഖുത്ബ നിർവഹിക്കുമ്പോൾ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ഖുത്ബ നടക്കുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഖതീബ് മിമ്പറിൽ ചോദിക്കുന്നു, അയ്യത സഅത്തിൻ ഹാദിഹി, ഈ സമയത്താണോ നിങ്ങൾ ജുമുഅയ്ക്ക് വരുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്പം ജോലി തിരക്കുണ്ടായിരുന്നു. അതിനിടയിൽ ബാങ്ക് കേട്ടപ്പോൾ മറ്റൊന്നിനും നിൽക്കാതെ പെട്ടെന്ന് വുളൂ ചെയ്തു, ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഉമർ ഖത്താബ് ഖതീബായ ഉമർ ഖത്താബ് മിമ്പറിൽ ചോദിക്കുകയാണ്, ഫൽ വുളൂ അയ്ലാ, വുളൂ മാത്രമാണോ നിങ്ങൾ ചെയ്തത്? താങ്കൾക്കറിയില്ലേ, നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മൻ അത്തൽ ജുമുഅത ഫൽയഗ്തസിൽ, ജുമുഅയ്ക്ക് വരുന്നുവെങ്കിൽ അവൻ കുളിക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്തിട്ടില്ല അല്ലേ? മിമ്പർ മുന്നിൽ ചോദിക്കുന്നു, പറയുന്നു. നിസ്കാരത്തിൽ ഒരാൾ ചോദിക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. നമസ്കാരത്തിൽ ഒരാൾ അടുത്ത് വന്നു നിന്നാൽ പോലും അയാൾ ഒന്നും ചോദിക്കാൻ പറ്റില്ല, ഒന്നും അയാളുമായി സംഭാഷണം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് നമസ്കാരവും ഖുത്ബയും ഒരിക്കലും ഒരുപോലെ തുല്യപ്പെടുത്താവതല്ല. ഒന്ന് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. മറ്റത് ആളുകളിലേക്ക് തിരിഞ്ഞു നിന്ന് അവരോട് സലാം ചൊല്ലി അവർ സലാം മടക്കി യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ എന്ന് വിളിച്ച് അവർക്ക് മതം പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
അതാണ് വ്യത്യാസം. അതുകൊണ്ട് നിസ്കാരം മലയാളത്തിലാക്കാൻ പറ്റില്ല. എന്നാൽ ഖുത്ബ നേരത്തെ നമ്മൾ വിശദീകരിച്ച പോലെ ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. അത് എങ്ങനെയാണോ നടക്കുക അങ്ങനെ നടക്കണം. അത് അറബി ചൊല്ലിയാൽ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും വളരെ ഉത്സാഹമായി മനസ്സിലാകുമെന്നാണോ? അറബി മതി. അതല്ല, അറബിയിൽ നേരത്തെ പറഞ്ഞപ്പോൾ 50 കൊല്ലം മറിച്ചാലും ഓതുന്ന ഖതീബിനടക്കം മനസ്സിലാവില്ല എന്നാണോ? എങ്കിൽ പിന്നെ ഏതാണോ അതിന് ഏറ്റവും അനുയോജ്യമായത് അതാണ് സ്വീകരിക്കുന്നത്. ഭാഷയുടെ വിഷയത്തിൽ അവിടെ കടുംപിടുത്തമില്ല. നിസ്കാരത്തിലല്ല, ഭാഷ മാത്രമല്ല, ചൊല്ലേണ്ട പദങ്ങൾ പോലും ആ പഠിപ്പിച്ചതേ പറ്റൂ. അറബിയിൽ തന്നെയും ഒരു വാക്ക് പോലും മാറ്റി വേറൊരു വാക്ക് സ്ഥാപിക്കാൻ നമുക്കവിടെ അനുവാദമില്ല എന്നതാണ് സൂചിപ്പിക്കാറുള്ളത്. ശരി.